നമസ്തേ, മുഹൂർത്തം ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാനിവിടെ പറയുന്നത് വ്യാഴത്തിന്റെ മാറ്റത്തെക്കുറിച്ചാണ്. അപ്പൊ ഈ വർഷം അതായത് 2026 ജൂൺ മാസം 2-ാം തീയതിയാണ് വ്യാഴം കർക്കിടക രാശിയിലേക്ക് വരുന്നത്. ഏഴവ മാസം 18-ാം തീയതിയായിട്ട് ആണ് വ്യാഴം കർക്കിടക രാശിയിലേക്ക് വരുന്നത്. വ്യാഴത്തിന്റെ ഉച്ചരാശിയാണ് കർക്കിടകം. അതുകൊണ്ട് തന്നെ നമുക്ക് കുറേ നല്ല ഗുണങ്ങളാണ് ഈ ഒരു വർഷം കിട്ടാൻ പോകുന്നത്. അപ്പൊ മകരം രാശിക്കാരെ കുറിച്ചാണ് ഞാനിപ്പോ പറയുന്നത്. മകരം രാശിയിലെ ഉത്രാടത്തിന്റെ മുക്കാലും തിരുവോണവും അവിട്ടത്തിന്റെ പകുതി ഭാഗവുമാണ് ഉള്ളത്. അപ്പൊ ഈ നക്ഷത്രക്കാരിക്ക് 7-ാം ഭാവത്തിലാണ് വ്യാഴം വരുന്നത്. 7-ല് വ്യാഴം നിവർത്തി സ്ഥാനാണ് 7-ാം ഭാവം എന്ന് പറഞ്ഞാൽ ആ നിവർത്തി സ്ഥാനത്ത് ഏറ്റവും ബലവാനായിട്ടാണ് വ്യാഴം നിൽക്കുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ അവർക്ക് എന്ത് കാര്യത്തിനും മുന്നോട്ട് പോകാനോ കാര്യങ്ങൾക്ക് ഈ ഒരു വർഷം തടസ്സമില്ലാതെ മുന്നോട്ട് പോകാനായിട്ട് സാധിക്കും. എന്നാലും ജലരാശിയിൽ നിൽക്കുന്നത് കൊണ്ട് രോഗങ്ങൾ, ചെറിയ കുഞ്ഞു കുഞ്ഞു രോഗങ്ങളൊക്കെ ഉണ്ടാവാനായിട്ട് സാധ്യതകളുണ്ട്. പിന്നെ എല്ലാം കൊണ്ടും ഈ ഒരു വർഷം നല്ലതാണ്, മകരം രാശിക്കാരെ സംബന്ധിച്ച് നല്ലതാണ്. പക്ഷെ അവർക്ക് അവിടെ 3-ലെ ശനിയുണ്ട്, ആ ശനി നല്ലതാണ്. ഈ വർഷം ശനിക്ക് മാറ്റമൊന്നുമില്ല, പക്ഷെ ജൂൺ മാസം വ്യാഴത്തിനാണ് മാറ്റം. അപ്പൊ ജൂൺ മാസം മുതല് ഇത്രയും നാള് 6-ലായിരുന്നു വ്യാഴം. അപ്പൊ നമുക്ക് കുറച്ച് പ്രശ്നങ്ങളും ബുദ്ധിമുട്ടുകളും പിന്നെ സാമ്പത്തികമായിട്ടുള്ള കാര്യങ്ങൾക്കൊക്കെ നമ്മൾ എവിടെ പോയാലും നമുക്കൊരു ബ്ലോക്ക് അങ്ങനെയൊക്കെയാണ് വന്നിരുന്നത്. പക്ഷെ ജൂൺ മാസം മുതൽ നമുക്കൊരു നല്ല ഭാവത്തിലേക്ക് വരാനും നമുക്ക് വീട്, വാഹനങ്ങള് അങ്ങനെയൊക്കെ ഉണ്ടാക്കാനൊക്കെ പറ്റുന്ന ഒരു സമയമാണ് ഈ മകരം രാശിക്കാരെ സംബന്ധിച്ച്. അപ്പൊ നമുക്ക് മുടങ്ങിക്കിടക്കുന്ന വീടുകള് അതൊന്ന് പുതുക്കി ചെയ്യാനും അതിന് സാമ്പത്തികമായിട്ട് നമുക്ക് ലോണോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ഒരാളിൽ നിന്നൊക്കെ കിട്ടാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് കിട്ടാനൊക്കെ സാധിക്കുന്ന ഒരു സമയമാണ്. അപ്പൊ അതൊക്കെ മനസ്സിലാക്കി. അത് 3-ല് ശനിയുണ്ട്, 3-ല് ശനി വന്നാൽ മുടി വെച്ച് വാടുന്നാണ് പറയാം. പക്ഷെ ഇവിടെ എന്താ വെച്ചാൽ 2-ലാണ് രാഹു നിൽക്കുന്നത്. 2-ല് രാഹു നിൽക്കുമ്പോൾ നമുക്ക് പൈസയൊക്കെ വളരെ ശ്രദ്ധയോടുകൂടി ക്രയവിക്രയങ്ങൾ ചെയ്യുമ്പോൾ വളരെയധികം ശ്രദ്ധയോടുകൂടി ചെയ്യണമെന്ന് ഞാൻ എൻ്റെ പല വീഡിയോയിലും ഞാൻ പറഞ്ഞിട്ടുണ്ടാവും. അപ്പൊ അതുകൊണ്ട് തന്നെ നിങ്ങൾ സാമ്പത്തിക ഇടപാടുകൾ നടത്തുമ്പോൾ ഈ രാഹു ഭയങ്കര നമ്മളെ മോഹിപ്പിക്കുന്ന ഒരു ഗ്രഹമായതുകൊണ്ട് അതൊക്കെ വളരെ ശ്രദ്ധിക്കണം. പക്ഷെ ഇവിടെ വ്യാഴം നിങ്ങൾക്ക് ഈ ഒരു വർഷം ഏറ്റവും നല്ല ഫലമാണ് കിട്ടുക. അതുപോലെ നമ്മുടെ എന്ത് കാര്യങ്ങൾക്കും നമ്മുടെ മനസ്സറിഞ്ഞ് നമ്മൾ ഭഗവാനെ വിളിച്ച് ഒന്ന് ഇറങ്ങിക്കഴിഞ്ഞാൽ നമുക്ക് കാര്യങ്ങളൊക്കെ മുന്നോട്ട് പോകാനായിട്ട് ഏറ്റവും പറ്റുന്ന ഒരു സമയമാണ്. എന്നാലും നന്നായിട്ട് ദൈവത്തിനെ വിളിക്കണം, വിഷ്ണു സഹസ്രനാമം ചൊല്ലണം, വിഷ്ണു ക്ഷേത്രത്തിൽ പോകണം. ഇടയ്ക്ക് ഒരു പിടിപ്പണമൊക്കെ സമർപ്പിക്കുന്നത് നല്ലതാ. നമ്മൾ അറിഞ്ഞോ അറിയാണ്ടോ എന്താണ് നമുക്ക് ദോഷങ്ങൾ വന്നത്, നമ്മൾക്ക് വാക്കുകൾ കൊണ്ടൊക്കെ ദോഷങ്ങൾ ഉണ്ടാവാലോ. അപ്പൊ അതൊക്കെ മാറി തരണേ എന്ന് പറഞ്ഞ് ഭഗവാൻ ഒരു പിടിപ്പണം മഞ്ഞപ്പട്ടിൽ വെച്ച് സമർപ്പിക്കുന്നതൊക്കെ ഏറ്റവും നല്ലതാണ്. പിന്നെ ഈ സാമ്പത്തിക ഇടപാടുകളൊക്കെ നടത്തുമ്പോൾ 1-2 പ്രാവശ്യമൊക്കെ നന്നായിട്ട് ആലോചിച്ച് ചെയ്യാം. എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് സാമ്പത്തികമായ സ്രോതസ്സുകൾ വരുന്നു, പെട്ടെന്ന് പുതിയ പുതിയ കാറ് മേടിക്കുന്നു, അങ്ങനെയൊക്കെ ആവുമ്പോഴും നമ്മൾ ഭഗവാനെ നന്നായിട്ട് വിളിക്കണം. എന്ത് കാര്യം നല്ലതായിട്ട് വരുമ്പോഴും ഭഗവാനെ വിളിക്കണം. അതേപോലെ തന്നെ നമ്മൾ സ്ലോവില് പോകുമ്പോഴും ഇതെന്താണ് ശ്രദ്ധിക്കണം. നമ്മുടെ ജീവിതത്തില് ഈ ഗ്രഹങ്ങൾ ഇപ്പോ വ്യാഴദശി ഉണ്ടാവാം, നിങ്ങളുടെ ഗ്രഹനിലയില് വ്യാഴം നീചസ്ഥനാണെങ്കിൽ ചിലപ്പോൾ അവർക്ക് അത്ര നല്ല ഗുണങ്ങൾ വരില്ല. എന്നാലും ഗോചരത്തിൽ വരുന്നൊരു ഗുണം നമുക്ക് കുറച്ചൊക്കെ അനുഭവത്തിൽ വരാനായിട്ട് സാധ്യതയുണ്ട്. അപ്പൊ ഗ്രഹനിലയ്ക്ക് വളരെ പ്രാധാന്യമുണ്ട് കേട്ടോ. ഓരോ ജാതകത്തിനും അതിൻ്റെതായ പ്രാധാന്യമുണ്ട്. അപ്പൊ ഇതൊക്കെ ഒരു വർഷത്തെ ഗോചരമായിട്ടുള്ള ഫലങ്ങളാണ് നമ്മളിവിടെ പറയുന്നത്. നിങ്ങളുടെ ഗ്രഹനില അനുസരിച്ച് നിങ്ങളുടെ ജാതകം അല്ലെങ്കിൽ നിങ്ങളുടെ ഡേറ്റ് ഓഫ് ബർത്ത് ജനിച്ച സമയം കൊണ്ടൊക്കെ നമുക്ക് ഉണ്ടാക്കുന്ന ആ ഗ്രഹനില അനുസരിച്ച് നിങ്ങൾക്ക് കുറെ മാറ്റങ്ങളൊക്കെ വരാനൊക്കെ ആയിട്ട് സാധ്യതയുണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ മകരരാശിക്കാർക്ക് ഏറ്റവും നല്ലൊരു സമയമാണെന്ന് മനസ്സിലാക്കി ഈ ഒരു വർഷം മുന്നോട്ട് പോവുകയാണെങ്കിൽ ഞാൻ പറഞ്ഞ പോലെ അവർക്ക് വീട്, വാഹനാദികള്, മറ്റ് പുറത്തേക്ക് വിദേശത്തേക്കൊക്കെ പോകുന്ന ഒരു കുട്ടികളാണെങ്കിൽ അവർക്ക് നല്ലൊരു പ്രൊമോഷൻ, വീട്ടിൽ സൗന്ദര്യ പിണക്കങ്ങളോ വേറെ വല്ലതൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അതിനൊക്കെ ഒരു നല്ലൊരു സമയം. ഇതിനിപ്പോ വേറെ ഒന്നും പറയാനില്ല. 3-ലാണെങ്കിൽ ശനീശ്വരൻ നിൽക്കുന്നു. പക്ഷെ ഇതിനൊക്കെ അടിസ്ഥാനം നമ്മൾ ഭഗവാനെ വിളിക്കണം. ഇതൊക്കെ ഉണ്ട് എന്ന് മനസ്സിലാക്കി നമ്മൾ ഒന്നും കൂടി ക്ഷേത്രത്തിൽ പോയി നന്നായി ദർശനം നടത്തി നന്നായിട്ട് കാല് പിടിച്ച് ഇങ്ങനെ പറയുമല്ലോ, ഭഗവാന്റെ കാലാണല്ലോ, അപ്പൊ നമുക്ക് വലിയ വിഷയമല്ല. അപ്പൊ ഭഗവാനെ നന്നായി
നന്നായിട്ട് തന്നെ പ്രാർത്ഥിച്ച് മുന്നോട്ട് പോവുകയാണെങ്കിൽ ഈ ഒരു വർഷം ഏറ്റവും നല്ലൊരു സമയമാണ്. മനസ്സിനൊക്കെ ഒരു നല്ല സന്തോഷവും കുടുംബത്തിലെ പലവിധ മംഗള കാര്യങ്ങളൊക്കെ നടക്കാൻ പറ്റിയ ഒരു സമയമാണ്. പിന്നെ ഇതിലെ ഏജുകളൊക്കെ വരും കേട്ടോ. അപ്പോൾ ഞാൻ പറഞ്ഞ ഉത്രാടം, തിരുവോണം, അവിട്ടത്തിന്റെ ആരഭാഗം എന്നൊക്കെ ഞാൻ ഇതിൽ പറഞ്ഞു. ഓരോ ഏജുകാർക്ക് ദശകൾ മാറും. അപ്പൊ അതിലുണ്ടാവുന്ന ഏറ്റക്കുറച്ചുകളൊക്കെ ഈ ഞാൻ പറയുന്നതിൽ മാറ്റങ്ങളൊക്കെ ഉണ്ടാവാനായിട്ട് സാധ്യതയുണ്ട്. എന്നാലും നിങ്ങൾ നിങ്ങളുടേതായ രീതിയിൽ ഭഗവാനെ വിളിച്ച് എന്തൊരു കാര്യത്തിന് പോകുമ്പോൾ ആളെ വിളിച്ച് ഒന്ന് ഇറങ്ങിക്കഴിഞ്ഞാൽ നല്ല മാറ്റമാണ് ഈ ഒരു വർഷം ഈ മകരക്കൂറുകാർക്ക് വരുന്നത്. അതുകൊണ്ട് തന്നെ വിഷ്ണു ക്ഷേത്രത്തിൽ നല്ലപോലെ പോവാം. ഉപാസനയൊക്കെ ഉള്ളവരാണെങ്കിൽ നന്നായിട്ട് ഉപാസനയിലൊക്കെ നന്നായിട്ട് ജപം, പൂജ വിധികളൊക്കെ നന്നായിട്ട് തന്നെ ചെയ്യാം. അങ്ങനെ മുന്നോട്ട് പോവുകയാണെങ്കിൽ ഈ വർഷം ഏറ്റവും നല്ലൊരു സമയമായിട്ട് മുന്നോട്ട് പോകാനായിട്ട് സാധിക്കും.